ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് ഗ്രേഡ് 8 റേഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ 3rd ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്തായാലും കാണണം. അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിലിപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാലും ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാൻ മറക്കരുത്. അതിൽ എല്ലാ പ്രോപ്പർട്ടീസും റൂൾസും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെരിഫൈ ദാറ്റ് -(-x) ഫോർ x 115 ഉണ്ട്. പിന്നെ x -13/17. ഇത് രണ്ടും നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ((x) ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഈ എക്സിനൊക്കെ പകരമായിട്ട് നമ്മൾ 115 എന്ന് എഴുതി കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ അതിലുള്ളത് പോലെ തന്നെ എഴുതുക. എക്സിന് പകരം 115 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? -(-115) മനസ്സിലായല്ലോ. ഇനി -(-) രണ്ട് മൈനസുകൾ അടുത്തടുത്ത് കണ്ടാൽ നമ്മൾ എന്ത് വേണം? ഇവരെ രണ്ടുപേരും മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് ആണത്. ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ആണ് അല്ലേ. നമ്മൾ ഏത് നമ്പർ ഇപ്പോൾ -2 × -2 ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ 4 മാത്രം മതി അല്ലേ. +4 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇതും മൈനസ് ഇൻറ്റു മൈനസ് ആണ്. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത് മൈനസ് ഇൻറ്റു മൈനസ് എന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പോൾ +115 എന്ന് കിട്ടി. അപ്പോൾ ഇത് വെരിഫൈ ചെയ്തല്ലോ. നമ്മൾ RHS = LHS, -(-) എന്ന് പറയുമ്പോൾ നമുക്ക് 115 എഴുതാം, 115 എഴുതാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? LHS = RHS. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമ്മൾ എന്ത് എഴുതണം? ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. കണ്ടോ? വെരിഫൈ ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ ആയിരിക്കണം. ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം നമുക്ക് അടുത്ത പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതേ റൂള് തന്നെയാണ് ഇനിയും ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളതും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? (-(x) ഇത് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ് ഉള്ള പൊസിഷനിലൊക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് -13/17 എന്നാണ്. അപ്പോൾ ഇനി എക്സിന് പകരം നമ്മൾ എന്ത് എഴുതണം? എക്സിന് പകരം -(-) ഇവിടെ എഴുതിയിട്ട് എക്സിന് പകരം -13/17 എന്ന് എഴുതണം. ആ മൈനസ് വേറെ തന്നെ എഴുതണം കേട്ടോ. വേറെ തന്നെ ആ മൈനസ് എഴുതി -13/17. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെ എഴുതി കൊടുക്കണേ. എന്നിട്ട് എക്സിൻ്റെ പൊസിഷനിൽ -13/17 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയല്ലോ. പ്ലസ് ആയി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് -13/17 എന്ന് തന്നെ എഴുതാം. (=-13/17). ഇനി നമുക്ക് പ്ലസ് ഇൻറ്റു മൈനസ് 13/17 എന്ന് പറയുമ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണേ. അപ്പോൾ നമുക്ക് -13/17 (=-13/17). ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? LHSഉം RHSഉം ഈക്വലായി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതി കൊടുക്കാം. LHS = RHS, ഹെൻസ് വെരിഫൈഡ്. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. പിന്നെ പ്ലസ് ഇൻറ്റു മൈനസ് വന്നപ്പോൾ അത് വീണ്ടും മൈനസായി. രണ്ട് സൈഡിൽ നമുക്ക് -13/17 കിട്ടി. ശരിക്കും മനസ്സിലായല്ലോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ആ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അങ്ങോട്ട് എഴുതി വെക്കുക. ആ കമൻറ്റ് ഞാൻ കാണുന്നു, ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ആരും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മുടെ ഈ വീഡിയോയെ കുറിച്ച് പറയണം. നല്ല വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പറയുന്നതിന് എന്താ അല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുക. അതൊക്കെ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു നല്ല വീഡിയോസും കിട്ടും. എല്ലാം കിട്ടുമ്പോൾ നമുക്ക് എല്ലാതും പഠിക്കാമല്ലോ.
അപ്പോൾ എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.